Welcome to Complementary Physics, Semester 4, Electronics Chapter. Today's topic is Zener Diode, the 30th lecture. Semester 4, Complementary Physics, BSc, the chapter Electronics. The topic is Zener Diode, 30th lecture. So before studying the Zener Diode, let us see some diode features also. നമ്മൾ ഈ സെനർ ഡയോഡിലേക്ക് കിടക്കുന്ന മുമ്പ് നമുക്ക് ഡയോഡ് നമ്മൾ പഠിച്ചല്ലോ. ഡയോഡ് എന്താണ്, പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണ്, അതിൻ്റെ ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ്, അതുപോലെ വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ്, ന്യൂ വോൾട്ടേജ്, സെനർ വോൾട്ടേജ്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു അഡീഷണൽ ഒരു 5 ക്വസ്റ്റ്യൻ കൂടി ഞാനിവിടെ കൊടുക്കുകയാണ്. ഈ ഓർഡിനറി ഡയോഡ്, നമ്മൾ പഠിച്ച ഡയോഡ്, അതിൻ്റെ 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഒന്നാമത്തത് ഈ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയും, ഡയോഡ് ഇക്വേഷൻ, ഡയോഡ് കറണ്ട് ഇക്വേഷൻ. അപ്പം അത് പിന്നെ ഈ ജെർമേനിയം സിലിക്കൺ ഡയോഡിനും അതുപോലെ ജെർമേനിയം ഡയോഡിനും വ്യത്യസ്തമായ 2 ഇക്വേഷനാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ദ അനലിറ്റിക്കൽ ഇക്വേഷൻ വിച്ച് ഡിസ്ക്രൈബ്സ് ബോത്ത് ദി ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോൾഡ് ദ ബോൾട്ട്സ്മാൻസ് ഡയോഡ് ഇക്വേഷൻ ഗിവൺ ബൈ. അപ്പോൾ ഡയോഡിൻ്റെ കറണ്ട് തരുന്ന, ഫോർവേഡ് ആയാലും റിവേഴ്സ് ആയാലും, ആ കറണ്ട് തരുന്ന ഇക്വേഷൻ നമ്മൾ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയും, അതിനെ ബോൾട്ട്സ്മാൻ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ആദ്യം പറയുന്നത് ഈ സിലിക്കൺ ഡയോഡിൻ്റെ ഇക്വേഷനാണ്. I0 I × 40 വോൾട്ട് 40V മൈനസ്, അത് വോൾട്ടേജ് ആണ് കേട്ടോ, വോൾട്ടേജ് -1. അപ്പം -1 എന്ന് ഈക്ക് തരാം, അത് പവറിലല്ല കേട്ടോ. അപ്പോൾ ഈ E 40 വോൾട്ട് വളരെ വലിയ സംഖ്യ ആയതുകൊണ്ട് -1 കളയാം. അപ്പോൾ നമുക്ക് I0 E 40V എന്ന് പറയാം. ദിസ് ഇസ് ഫോർ സിലിക്കൺ ഡയോഡ്. അപ്പോൾ ഇത് ശരിയാകണമെങ്കിൽ ഈ സപ്ലൈ വോൾട്ടേജ് എപ്പോഴും 1 വോൾട്ടിൽ കൂടിയിരിക്കണം. ഇനി ജെർമേനിയത്തിനാണെങ്കിൽ ഇക്വേഷൻ I0 E 20V - 1 = I0 E 20V. കാരണം -1 എന്ന് പറയുന്നത് E 20V ആയിട്ട് നോക്കുമ്പോൾ നിസ്സാരമാണ്, അത് നമുക്ക് ഉപേക്ഷിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ജെർമേനിയൻ ഡയോഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ 2 ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഡയോഡ് ഇക്വേഷൻ ഫോർ കറണ്ട്. ഇവിടെ ഓരോ സിമ്പിളിന് മീനിങ് ഉണ്ട്. ഐസ് കറണ്ട്, ഡയോഡ് കറണ്ട്. I0 ഈസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. I0 ഈസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയും. I0 റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് വിളിക്കുന്നത്. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനാണ്, ഡയോഡ് കൊടുക്കുന്ന വോൾട്ടേജിനാണ് വോൾട്ടേജ് അക്രോസ് ഡയോഡ് എന്ന് പറയുന്നത്, ഡയോഡ്. ഈ നമ്മൾ പറയുന്നത്, അപ്പോൾ ഈ 2 ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ അത് -1 ഇക്വേഷൻ പഠിച്ചുകൊള്ളുക. ഒരു സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ I0 E 40 വോൾട്ട് -1. പിന്നെ ജെർമേനിയം ആണെങ്കിൽ I0 E 20 വോൾട്ട് 20V -1. V മീൻസ് ദ പൊട്ടൻഷ്യൽ വി അപ്ലൈ, നോട്ട് എ യൂണിറ്റ്. ഇനി ഡയോഡിൻ്റെ ചില ആപ്ലിക്കേഷൻസ് ആണ്, നമ്മുടെ ഉപയോഗങ്ങളാണ്, യൂസസ്. The main applications of semiconductor diodes in modern electronic circuitry are as under. പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഡയോഡിൻ്റെത് ഇനി പറയുന്നതാണ്. 1, ആസ് പവർ ഓർ റെക്ടിഫയർ ഡയോഡ്സ്. പവർ ഡയോഡോ അല്ലെങ്കിൽ റെക്ടിഫയർ ഡയോഡ്. റെക്ടിഫയേഴ്സ് നമുക്ക് പഠിക്കാൻ പോകണം. 3 റെക്ടിഫയർ നമുക്ക് പഠിക്കാനുണ്ട്. 3 റെക്ടിഫയേഴ്സ്, ഡയോഡ്, റെക്ടിഫയേഴ്സ്, 3 എസ്സയാണ്. അത് പഠിക്കും. അവിടെയെല്ലാം ഡയോഡാണ് ഉപയോഗിക്കുന്നത്. ഇത് they convert AC into DC for the DC power supplies of electronic circuits. അപ്പോൾ ഈ റെക്ടിഫയേഴ്സിൻ്റെ പ്രയോജനം അത് എന്തിനു വേണ്ടിയാണ്? അത് AC DC ആക്കാൻ വേണ്ടിയാണ്. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും DC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ AC നമുക്ക് DC കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഡയോഡ്, റെക്ടിഫയേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. Number 2, signal diodes in communication circuits for modulation and demodulation of small signals. അപ്പോൾ സിഗ്നൽ മോഡുലേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്, ഇലക്ട്രോണിക് ടെക്നിക്ക്. ഇപ്പോൾ നമ്മൾ വേവ്സൊക്കെ ദൂരെ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അപ്പോൾ അത്തരം സിഗ്നൽ ഡയോഡിൽ, കമ്മ്യൂണിക്കേഷനിൽ സിഗ്നൽ ഡയോഡായിട്ട് ഡയോഡുകളെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ അത് 2ാമത്തെ ആപ്ലിക്കേഷനാണ് അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 3ാമത്തെ
ആ സിനർ ഡയോഡ്സിന് വോൾട്ടേജ് സ്റ്റെബിലൈസർ സർക്യൂട്ട്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, സിനർ ഡയോഡ്. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ, വോൾട്ടേജ് ക്രമപ്പെടുത്താൻ, അത് മാറാതെ നോക്കാനായിട്ടുള്ള ഡയോഡാണ് സിനർ ഡയോഡ്. ആ സിനർ ഡയോഡാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്ക്. എസ് ആയിട്ട് ചോദിക്കുന്നത് കൂടിയാണ് സിനർ ഡയോഡ്. സ്പെഷ്യൽ ഡയോഡാണ് സിനർ ഡയോഡ്. അത് പിന്നീട് പറയുന്ന വരക്ടർ ഡയോഡ്, അവയെല്ലാം സ്പെഷ്യൽ ഡയോഡാണ്. നമ്പർ 3, ആ സിനർ ഡയോഡ്സിന് വോൾട്ടേജ് സ്റ്റെബിലൈസർ സർക്യൂട്ട്സ്. നമ്പർ 4, ആ വരക്ടർ ഡയോഡ്സ് for use in voltage controlled tuning circuits as may be found in radio and TV receivers. റേഡിയോയിലും ടി വിയിലേക്കുള്ള ഈ വരക്ടർ ഡയോഡ്സ്, അതിന് വാരിക്യാപ്പ് എന്ന് പറയും. അതായത് അതിനകത്തൊരു കപ്പാസിറ്ററും ഡയോഡ് ആക്ഷൻ കൂടിയാണ്, ടി വി റിസീവറിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫോർ ദിസ് പർപ്പസ് ദ ഡയോഡ് ഈസ് deliberately made to have a certain range of junction capacitance. The capacitance of the reverse biased diode is given by VR. The capacitance of the reverse biased diode is given by നമുക്ക് വി സി വി സി. അതായത് ഇക്വേഷൻ ഉണ്ട്. അതിൽ ഇക്വേഷൻ, അതായത് സി ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി, സി ഈസ് ഈക്വൽ ക്യൂ ബൈ കപ്പാസിറ്റി ഈക്വൽ ടു ക്യൂ, അല്ലെങ്കിൽ ഇ ബൈ, അപ്പോൾ ഇക്വേഷൻ വേണമെന്നില്ല അവിടെ, അത് ക്യൂ ബൈ പിന്നെ ബി ആർ എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ അതിൽ കുഴപ്പമില്ല, ആ ഇക്വേഷൻ അവിടെ മിസ് ചെയ്തു, അവിടെ ഇല്ല. ദ കപ്പാസിറ്റൻസ് ഓഫ് ദ റിവേഴ്സ് ബയസ്ഡ് ഡയോഡ് ഈസ് റിട്ടേണാസ് ചെയ്യാം, റിട്ടേണാസ് വി സി ചെയ്യാം, വി സി, വി സഫിക്സ് ചെയ്യാം, ഇക്വേഷൻ വേണ്ട. ദ കപ്പാസിറ്റൻസ് ഓഫ് ദി റിവേഴ്സ് ബയസ്ഡ് ഡയോഡ് ഇസ് റിട്ടേണാസ് വി സി, അത് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ പൊട്ടൻഷ്യൽ, ഇപ്പോൾ ചാർജ് ആണെങ്കിൽ ഇലക്ട്രോണിക് ചാർജ് എടുക്കേണ്ടത്, ഇലക്ട്രോണിക് ചാർജ് പോയി വോട്ട്, അപ്പോൾ അത് വേണമെന്നില്ല, ആ സ്റ്റെപ്പ് വേണ്ട, ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് വരെ എഴുതിയാൽ മതി, ആ സെൻറ്റൻസ് വേണ്ട. ഇനി അടുത്ത നമ്പർ 5, ഈ ലോജിക് സർക്യൂട്ട്സ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സിലെ ഗേറ്റ് സർക്യൂട്ട് അല്ല, ഗേറ്റ് ലോജിക് സർക്യൂട്ടിലും ഡയോഡ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ആ സിനർ ഡയോഡ്, ആ വരക്ടർ ഡയോഡ്, ഇൻ ലോജിക് സർക്യൂട്ട്സ്, അങ്ങനെയൊക്കെ എഴുതിയാൽ മതി ആപ്ലിക്കേഷൻ. അല്ലാതെ അതിൻ്റെ വിശദമായ ഒരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയൊരു പ്രോബ്ലം കൊടുത്തിരിക്കുകയാണ് ഇവിടെ. A silicon diode dissipates 3 watt for a forward DC current of 2 ampere. Calculate forward voltage drop across the diode and its bulk resistance. ഡയോഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബൾക്ക് റെസിസ്റ്റൻസ്, മൊത്ത റെസിസ്റ്റൻസ്. A silicon diode dissipates 3 watt for a forward DC current of 2 ampere. Calculate the forward voltage drop across the diode and its bulk resistance. അപ്പോൾ ഒരു സിലിക്കൺ ഡയോഡ് 3 വാട്ട് പവറാണ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്, 2 ആമ്പിയർ കറണ്ട് ഉണ്ട് എങ്കിൽ അതിൻ്റെ ഫോർവേഡ് വോൾട്ടേജും കാരണം ആൻഡ് ബൾക്ക് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് എങ്ങനെ കാണുന്നത്? വി എഫ് എന്ന് പറയും. വി എഫ് ഈസ് ഈക്വൽ ടു, ഈ പവർ എന്ന് പറയുന്നത് വി ഐ ആണ്, പവർ വി ഐ ആണ്, പവർ പീസ് വി ഐ. അപ്പോൾ നമ്മൾ വി കാണുന്നത് പി ബൈ ഐ എന്ന് കാണുന്നത്. പി 3 വാട്ട്, ഐ 2 ആമ്പിയർ, 1.5 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ പവറിൽ അവിടെ ഇക്വേഷൻ ഇതിലെന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ ഓർക്കണം, പവർ പീസ് വി ഐ, വി ഐ ഈസ് വി എഫ്. സോ വി എഫ് ഈസ് ഈക്വൽ ടു പി ബൈ ഐ. പി ഈസ് 3 വോൾട്ട്, ഐ ഈസ് 2 ആമ്പിയർ. സോ പി ഈസ് 3 വാട്ട്, ഐ ഈസ് 2 ആമ്പിയർ. സോ VF is 1.5 volt. Again, VF is equal to V junction ആകട്ടെ. അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ആർ ബി ഇൻറ്റു ഐ എഫ്. അതായത് ഈ ബൾക്ക് റെസിസ്റ്റൻസ് ആർ ബി വിളിക്കുന്ന പേരാണ്, സ്മോൾ ആർ ക്യാപിറ്റൽ ബി ആണ്, ബി സഫിക്സ്. ബൾക്ക് റെസിസ്റ്റൻസ് ഇൻറ്റു ഫോർവേഡ് കറണ്ട്, ദാറ്റ് ഇസ് 1.5 is equal to 1.5 is equal to ആർ ബി ഇൻറ്റു 2. ആർ ബി ഇൻറ്റു 2 മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ നമുക്ക് ഇതിനകത്തൊരു ബാരൽ വോൾട്ടേജ് ഉണ്ടല്ലോ, ബാരൽ വോൾട്ടേജ് 0.7. സിലിക്കൺ ഡയോഡ് ആകുമ്പോൾ ഒരു ബാരൽ വോൾട്ടേജ് ഉണ്ട്.
അതുകൂടി കൂട്ടേണ്ടി വരും. ഈ 1.5-നകത്ത് ബാരിയർ വോൾട്ടേജ് 0.7 ബാക്കിയുള്ള RG ഇൻറ്റു 2 കറണ്ട് 2 ആണ്. RB ഇൻറ്റു കറണ്ട് 2 അങ്ങനെ എടുക്കണം. അപ്പോൾ നോക്കി ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കുക, ഈ ഫോർവേഡ് വോൾട്ടേജ് വെച്ചാൽ VF ആണ്. VF അത് VG എന്ന് പറയും. അത് ശരിക്കും RB ഇൻറ്റു IF ആണ്. പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ സിലിക്കണിൻ്റെ ബാരിയർ വോൾട്ടേജ് കൂടി ആഡ് ചെയ്ത് വരണം. അപ്പോൾ അതിന് ഒരു 0.7 കൂടി അതിനോട് ചേർക്കുക. അപ്പോൾ 0.7 പ്ലസ് RB ഇൻറ്റു 2 എന്നിരുന്നാണ് ശരി. 1.5 അതിൽ നിന്ന് RB കണ്ടുപിടിച്ചാൽ 0.4 ഓം എന്ന് കിട്ടും. അപ്പോൾ നോക്കിയാൽ ആ 0.7 എന്നുള്ളത് എവിടെ നിന്ന് വന്നു? അത് ഇത്ര നമ്മുടെ ഓർമ്മയിലാണ്. ഒരു സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ അതിനകത്ത് എപ്പോഴും ഒരു 0.7 വോൾട്ട് വരും. അത് ഈ മൊത്തം വോൾട്ടേജിനോട് കൂട്ടിയാണ് പറയുന്നത്. 1.5 എന്ന് പറഞ്ഞാൽ 0.7 പ്ലസ് RB ഇൻറ്റു I ആണ്. IF ആണ്. IF നമ്മൾ കണ്ടുപിടിച്ചല്ലോ മുകളിൽ. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിനകത്തുണ്ട് IF ഉണ്ട്, ഫോർവേഡ് കറണ്ട്. അപ്പം അങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ RB ഈസ് 0.4 ഓം എന്ന് കിട്ടും. ഇനി പറയുന്നത് ബ്രേക്ക് ഡൗൺ ഫിനോമിന എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ മെക്കാനിക്സ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസറാണ്. ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു ഡയോഡാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു അടുത്ത ഡയോഡാണ്. ശരിക്കും ഒരു ഡയോഡായിട്ട് കരുതാം. നമുക്ക് ബാർ നേരെ ഇട്ടാലും മതി. ആ ബാർ നേരെ ഇടാം. അപ്പോൾ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ ഫിനോമിന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്നൊരു കാര്യമുണ്ട്. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും കാരണവശാൽ ഡയോഡ് പ്രവർത്തനക്ഷമമല്ലാതാകുക, അതിനാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഈ ഡയോഡിൻ്റെ പ്രവർത്തനം എന്താണ്? ഫോർവേഡ് ബയസിൽ കറണ്ട് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയസിൽ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രവർത്തനം. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കറണ്ട് തരത്തില്ല, ഫോർവേഡ് ബയസിൽ കറണ്ട് തരത്തില്ല, റിവേഴ്സ് ബയസിലും അതിന് പ്രവർത്തനം ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡയോഡിൻ്റെ പ്രവർത്തനം മാറിയാൽ അതിനെ ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയും. അപ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ പിന്നെ ഡയോഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഡയോഡിന് എങ്ങനെയൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്? ഒന്നാമത്തെ ബ്രേക്ക് ഡൗണിനെ വിളിക്കുന്ന പേരാണ് അവലാൻഷെ ബ്രേക്ക് ഡൗൺ. അവലാൻഷെ ബ്രേക്ക് ഡൗൺ. രണ്ടാമത്തെ ബ്രേക്ക് ഡൗണിനെ നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയും. സെനർ. അപ്പോൾ എന്താണ് ഈ അവലാൻഷെ ബ്രേക്ക് ഡൗൺ എന്ന് നോക്കിയേ? When the reverse voltage is increased, the electric field across the junction increases and hence electrons are accelerated. The high energetic electrons by collision break covalent bonds and more electrons are again produced. Thus a chain reaction takes place and an avalanche of electrons are produced. Thus reverse current increases and junction breaks down for a certain reverse voltage. Read it again. When the reverse voltage increased, the electric field across the junction increases and electrons are accelerated. The high energetic electrons by collision break a covalent bonds and more electrons are again produced. Thus, a chain reaction takes place and an avalanche of electrons are produced. Thus, reverse current increases and the junction breaks down for a certain reverse voltage. അപ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന മിക്കവാറും റിവേഴ്സ് വോൾട്ടേജിലാണ്, ഫോർവേഡ് വോൾട്ടേജിലല്ല. അപ്പോൾ നമ്മൾ ഒരു മിതമായിട്ടുള്ള രീതിയിൽ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്താൽ ഇലക്ട്രോൺസ് കുറേ അങ്ങോട്ട് സ്പീഡ് കൂടും. അതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂടും. ഇങ്ങനെ സ്പീഡ് കൂടിയാൽ എനർജി കൂടും. എനർജി കൂടി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മറ്റ് കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും കൊളീഷൻ മൂലം. അപ്പോൾ ഇലക്ട്രോണിന് എനർജി കിട്ടിയാൽ, റിവേഴ്സ് വോൾട്ടേജ് എനർജി കിട്ടിയാൽ അത് കോവാലന്റ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്ത് കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാകും. ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുകയും കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായിട്ട് ഹൈ കറണ്ട് ഓടുകയും ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകും. അതിന് അവലാൻഷെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് നമ്മൾ എഴുതിയിരിക്കുന്നതിന് പ്രാധാന്യം, ബൈ കൊളീഷൻ എന്നുള്ള ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. റിവേഴ്സ് വോൾട്ടേജിൽ മോഡറേറ്റ് ആണെങ്കിൽ ഇലക്ട്രോൺസിന് സ്പീഡ് കൂട്ടും, അത് കോവാലന്റ് ബോണ്ട് കൊളൈഡ് ചെയ്യും. ബൈ കൊളീഷൻ ബ്രേക്ക് കോവാലന്റ് ബോണ്ട്, മോർ ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കും, ഒരു ചങ്ങല പ്രവർത്തനം പോലെ നടക്കും. കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാകും, ഹൈ കറണ്ട് ഒഴുകും, ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകും. ഇതാണ് അവലാൻഷ്. ഇനി എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ നോക്കാം.
അതൊരു ചെറിയ വ്യത്യാസമുള്ള കേട്ടോ സെനർ ബ്രേക്ക് ഡൗൺ ആയിട്ട്. അത് നോക്കാം, സെനർ ബ്രേക്ക് ഡൗൺ. അപ്പം മറ്റത് ഒരു മോഡറേറ്റ് വോൾട്ടേജാണ്, ഇത് ഹൈ റിവേഴ്സ് വോൾട്ടേജ് സംഭവിക്കുന്നതാണ്. ഹൈ റിവേഴ്സ് വോൾട്ടേജ്, മറ്റത് മോഡറേറ്റ് റിവേഴ്സ് വോൾട്ടേജിലാണ്. രണ്ടും റിവേഴ്സ് വോൾട്ടേജിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് പാർട്ടിൽ സംഭവിക്കുള്ളൂ. ഇപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ വെൻ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് വെരി ഇൻറ്റൻസ്. ഫീൽഡ് മീൻസ് വോൾട്ടേജ്. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരേ ടേമാണ് കേട്ടോ. ഈ ഫീൽഡ് നമ്മൾ ഇ എന്ന് പറയും, വോൾട്ടേജ് വി എന്ന് പറയും. അറിയാലോ, ഇ ഇസ് വി ബൈ ഡി. ഫീൽഡ് കൂടി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടി എന്നാണ് അർത്ഥം. വെൻ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് വെരി ഇൻറ്റൻസ്, എക്സ്റ്റേണൽ ഫീൽഡ് വളരെ കൂടുതലാണെങ്കിൽ the electric field directly causes covalent bonds to break and a large number of electron hole pairs are produced. വളരെ കൂടിയ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ, വോൾട്ടേജ് കൊടുത്താൽ ആ ഫീൽഡിനെ നേരിട്ട് കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. കൊളീഷൻ്റെ കാര്യം മിണ്ടുന്നതില്ല. അപ്പോൾ കൊളീഷൻ എന്ന് പറയാതെ കൊടുത്ത ഹൈ ഫീൽഡ്, ഹൈ വോൾട്ടേജ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യും. ദിസ് കോസസ് സഡൻ റൈസ് ഇൻ കറണ്ട്. ഇത് പെട്ടെന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ, ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായിട്ട് പെട്ടെന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. ആദ്യം ദാസ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ, അങ്ങനെ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകും. ദാസ് ഇൻ സെനർ ബ്രേക്ക് ഡൗൺ കാരിയേഴ്സ് ആർ നോട്ട് ക്രിയേറ്റ് ബൈ കൊളീഷൻ. ഇതാണ് വ്യത്യാസം. അപ്പോൾ അവലാൻഷ് ബ്രേക്ക് ഡൗണിൽ കാരിയേഴ്സ് ഇലക്ട്രോൺസ് കൊളീഷൻ മൂലം ക്രിയേറ്റ് ചെയ്യും. അത് ഒരു മോഡറേറ്റ് റിവേഴ്സ് വോൾട്ടേജിലാണ്. ഹൈ റിവേഴ്സ് വോൾട്ടേജിൽ ഫീൽഡ് തന്നെ, വോൾട്ടേജ് തന്നെ നേരിട്ട് കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് വളരെ കൂടിയ ചാർജ് കാരിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകും. അതിനെ നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയും. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗണിൽ ദസ് ഇൻ സെനർ ബ്രേക്ക് ഡൗൺ കാരിയേഴ്സ് ആർ നോട്ട് ക്രിയേറ്റഡ് ബൈ കൊളീഷൻ. മറ്റതിനകത്ത് കാരിയേഴ്സ് ഇലക്ട്രോൺസ് കൊളീഷൻ മൂലം ഉണ്ടാകും. ഇവിടെ കൊളീഷൻ മൂലമല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഹൈ ഫീൽഡ് തന്നെ നേരിട്ട് കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് പഠിച്ചോളാം, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെനർ ബ്രേക്ക് ഡൗൺ ആൻഡ് അവലാൻഷ് ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. അതൊന്ന് പഠിച്ചുകൊള്ളണം. ഇനി നമ്മൾ പറയുന്നതാണ് സെനർ ഡയോഡ്. അപ്പോൾ അതിന് മുകളിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുക, എക്സ്പ്ലെയിൻ ദി ആക്ഷൻ ഓഫ് ബ്രീഡർ റിയാക്ട്. ടെസ്റ്റ് അത് എനിക്കില്ലാത്ത കേട്ടോ, അത് എഴുതണ്ട. എക്സ്പ്ലെയിൻ ദി ആക്ഷൻ ഓഫ് ബ്രീഡർ, അത് കട്ടി വിട്ടുപോയതാണ്. ബ്രീഡേഴ്സ് ഇല്ല. അപ്പോൾ ഇനി പറയുന്ന സെനർ ഡയോഡ് കേട്ടോ, സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡിൻ്റെ പടം വരയ്ക്കുന്ന നോക്കിയത് സാധാരണ ഡയോഡ് പോലെ തന്നെ വരയ്ക്കുക. പക്ഷേ നമ്മൾ ആ ബാർ ഉണ്ടല്ലോ, ബാർ ഇസഡ് പോലെ ബെൻഡ് ചെയ്തിടണം. ഇസഡ് പോലെ, അതായത് ഇസഡ് എഴുതുമ്പോൾ നമ്മൾ മുകളിൽ ലെഫ്റ്റിലേക്കാണ് ബെൻഡ്, താഴെ റൈറ്റിലേക്കാണ് ബെൻഡ് ആ ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഡയോഡ് പോലെ തന്നെ വരക്കണം. ബാറ് ഇടുമ്പോൾ ഇസഡ് രൂപത്തിലേക്ക് മാറ്റണം. അപ്പം അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത് ആ കർവിലാട്ടോ. കർവിൽ നമ്മൾ ഇത്തരം കർവ് ഡയോഡ് വരച്ചതാണ്. വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സാണ് വരച്ചിരിക്കുന്നത്. ഒരു ഡയോഡിൻ്റെ വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിരിക്കുന്നത്. ആ സെനർ ഡയോഡിലേക്ക് വരുമ്പോൾ ഇത് മാറ്റണം നോക്കിയാൽ, സെനർ ഡയോഡിലേക്ക് വരുമ്പോൾ എന്താണ് മാറ്റമെന്ന് നോക്കി പറയാമോ? ഈ പടം നോക്കി പറയാമോ? ആ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിന് കാര്യമായ മാറ്റമില്ല. ഈ പടം വരക്കുമ്പോൾ നമ്മൾ ആ ഫോർവേഡ് ഈ എക്സാക്സിനോട് ചേർത്തൊക്കെ വരക്കും. അത് പിന്നെ ഒരു ചെറിയ കറണ്ട് മാത്രമാണ്, ഇത്രയും പൊക്കിയെല്ലാം കുഴപ്പമില്ല. അപ്പോൾ ഇത് ആദ്യമാണ് വരക്കുന്നത്. എന്നിട്ട് ന്യൂ വോൾട്ടേജ് എത്തുമ്പോൾ അത് മേപ്പോട്ട് പൊങ്ങും. നമുക്കറിയാം ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു മാറ്റവുമില്ല, സാധാരണ ഡയോഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഡയോഡ് തന്നെയാണ്. മാറ്റം ഇരിക്കുന്ന റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിലാണ്. ആ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ വരുമ്പോൾ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടല്ലോ, അതായത് സെനർ വോൾട്ടേജ്, അവിടെ ഷാർപ്പ് ബെൻഡാണ് കേട്ടോ, ഒടിച്ചാണ് വരച്ചിരിക്കുന്നത്. മറ്റേ നോക്കിയാൽ അറിയാം, ഒരു വളച്ച വരക്കുന്നത്, ഒരു കർവാണ്. ഇവിടെ ഒരു ബെൻഡാണ്, ഷാർപ്പ് ബെൻഡാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ കർവ് നോക്കുമ്പോൾ നേരത്തെ പഠിച്ച ഡയോഡിൻ്റെ വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിലാണ്. ഇവിടെ ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ ആണ്, ഷാർപ്പ് ബെൻഡാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം പടം വരയ്ക്കുമ്പോൾ. അതാണ് നമ്മൾ പേപ്പർ നോക്കുമ്പോൾ നോട്ട് ചെയ്യണം. അങ്ങനെ വരച്ചിട്ടുണ്ടോ എന്ന് നോട്ട് ചെയ്യും. സ്ഥലം മനസ്സിലായില്ല? ഈ പടത്തിൽ ഈ മൂല കേട്ടോ, ഇവിടെ ഈ മൂല അവിടെ ഒരു ഷാർപ്പായിട്ട് ബെൻഡ് ചെയ്യണം.
A properly doped crystal diode which has a sharp breakdown voltage is a Zener diode. That's the first point. A properly doped crystal diode which has a sharp breakdown voltage is known as a Zener diode. ഷാർപ്പ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് ഉള്ള പ്രോപ്പറായിട്ട് ഡോപ്പ് ചെയ്ത ഒരു ക്രിസ്റ്റൽ ഡയോഡിനെ വിളിക്കുന്ന പേരാണ് സെനർ ഡയോഡ്. സെനർ, ക്ലാരൻസ് സെനറിൻ്റെ ഓർമ്മ സ്മരണാർത്ഥം ഇട്ട പേരാണ്. ഫിഗർ എ റെപ്രസെൻറ്റ്സ് ദി സെനർ ഡയോഡ് ആൻഡ് ഫിഗർ ബി റെപ്രസെൻറ്റ്സ് ദി ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ട് നമ്മൾ കണ്ടല്ലോ. ഇനി സെനർ ഡയോഡിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? നമ്പർ 1, Zener diode is like an ordinary diode. Zener diode ordinary diode പോലെ തന്നെയാണ് വ്യത്യാസം. Except that it is properly doped as to have a sharp breakdown voltage. സാധാരണ ഡയോഡ് പോലെയാണെങ്കിലും ഒരു ഷാർപ്പ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കണം. അതാണ് പ്രത്യേകത. The current through the Zener diode should be limited by external circuit to a suitable value. കാരണം ഇത് റിവേഴ്സ് ബയസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കറണ്ട് ഇപ്പോൾ ലിമിറ്റ് ചെയ്യണം. ഒരു പ്രത്യേക പരിധിക്കപ്പുറത്ത് കറണ്ട് കൂടാതെ നോക്കണം. ഇഫ് ദിസ് പ്രിക്കോഷൻ ഇസ് നോട്ട് മെയ്ഡ്, ഇങ്ങനെ കറണ്ട് കൂടരുത് എന്നുള്ള പ്രിക്കോഷൻ നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ എ ലാർജ് കറണ്ട് മേ ഡിസ്ട്രോയ് ദി ഡയോഡ്. അപ്പോൾ കറണ്ട് ഒരു പരിധി വിട്ട് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്താൽ ഈ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയി പോകും. അത് അനുവദിക്കാൻ പാടില്ല. സെനർ ഡയോഡ് ഈസ് ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ്. സെനർ ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയസിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ, വെൻ ഫോർവേഡ് ബയസ്ഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ആർ ജസ്റ്റ് ദാറ്റ് ഓഫ് ഓർഡിനറി ഡയോഡ്. ഫോർവേഡ് ബയസിൽ ക്യാരക്ടറിസ്റ്റിക്സ് സാധാരണ ഡയോഡിന് തന്നെയാണ്. ദി സെനർ ഡയോഡ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ബേൺഡ് ഓഫ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് എൻറ്റേർഡ് ബ്രേക്ക് ഡൗൺ റീജിയൻ. ബ്രേക്ക് ഡൗണിൽ പ്രവർത്തിക്കും എന്ന് കരുതി ഇത് ബ്രേക്ക് ഡൗൺ ആകത്തില്ല. ആസ് ലോങ് ആസ് ദി എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്റ്റഡ് ടു ദി ഡയോഡ് limits the diode current to a value less than the burnout value, the diode will not burn out. എപ്പോഴും നമ്മൾ കറണ്ട് ലിമിറ്റ് ചെയ്യും. ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ബേൺ ഔട്ട് വാല്യൂ, ബ്രേക്ക് ഡൗൺ വാല്യൂ താഴെയാണ് കറണ്ട് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആകില്ല. ഇനി ഈ സെനർ ഡയോഡ് വെച്ചൊരു സ്റ്റെബിലൈസർ ആയിട്ട് സെനർ ഡയോഡ് വെച്ചുള്ള ഒരു സ്റ്റെബിലൈസറാണ്. സ്റ്റെബിലൈസർ അറിയാലോ, വോൾട്ടേജ് സ്റ്റെബിലൈസർ, വോൾട്ടേജ് റെഗുലേറ്റർ. ഇൻപുട്ട് വോൾട്ടേജ് എത്ര മാറിയാലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. സ്റ്റെബിലൈസർ എന്ന് പറയും. നമ്മൾ ഈ ടി വിയുടെ, ഫ്രിഡ്ജിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് സ്റ്റെബിലൈസർ. ഇൻപുട്ട് വോൾട്ടേജ് എന്ത് മാറ്റം ഉണ്ടെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡിവൈസ്, അത് സെനർ ഡയോഡാണ് ഉപയോഗിക്കുന്നതിനകത്ത്. സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഓർ സെനർ ഷണ്ട് റെഗുലേറ്റർ എന്ന് പറയും. അതിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. സെനർ ഡയോഡാണ് VZ നേടിയിരിക്കുന്നത്. അതിൽ വോൾട്ടേജ് കൂടിയാണ് കേട്ടോ. പിന്നെ സെനർ കറണ്ട്, റിവേഴ്സ് കറണ്ട് IZ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് VI എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അത് വേരിയിങ് വോൾട്ടേജ് കൂടാം കുറയാം. ഒരു സീരീസ് റെസിസ്റ്റർ, എക്സ്റ്റേണൽ വോൾട്ടേജ് VO, എക്സ്റ്റേണൽ ലോഡ് RL, പിന്നെ ലോഡ് കറണ്ട് IL. അപ്പോൾ മൂന്ന് കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. I കറണ്ട്, IL കറണ്ട്, IZ കറണ്ട്. സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് VZ, ഇൻപുട്ട് വോൾട്ടേജ് VI, ഔട്ട്പുട്ട് വോൾട്ടേജ് VO. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് VI എത്ര കൂടിയാലും എത്ര മാറിയാലും VO ഔട്ട്പുട്ട് വോൾട്ടേജ് അത് സ്ഥിരമായിരിക്കും. അതാണ് റെഗുലേഷൻ. അതൊക്കെ അത്തരം സർക്യൂട്ടിനെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയും. ചിത്രത്തിൽ IZ സെനർ കറണ്ട് എന്ന് പറയും, IL ലോഡ് കറണ്ട് എന്ന് പറയും. നമ്മൾ ക്രിച്ചോസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ IL പ്ലസ് IZ ആണ്. കാരണം I വന്നിട്ടാണ് രണ്ടായിട്ട് പോകുന്നത്. ക്രിച്ചോസ് ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ I is equal to IL പ്ലസ് IZ എന്ന് പറയുകയും ചെയ്യാം.
From the reverse characteristics of a Zener diode, it can be seen that the voltage remains constant in the breakdown region. The curve is vertical. This is the principle behind the action of a Zener diode as a voltage regulator. അതായത് ആ ബ്രേക്ക് ഡൗണിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ഈ സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്ററാക്കി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് ഷോൺ ദി ഫിഗർ. പടത്തിൽ കാണിച്ചിട്ടുള്ള സർക്യൂട്ട്. ഇഫ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ് then I changes, കറണ്ട് മാറും. If I is increased, the increased current flows through the Zener diode. കറണ്ട് എങ്ങനെയും കൂടിയാൽ, ഇപ്പോൾ വോൾട്ടേജ് ഇൻപുട്ട് കൂടിയാൽ കറണ്ട് കൂടും. ആ കൂടുന്ന കറണ്ട് സെനർ ഡയോഡ് കടത്തി വിടും. കാരണം എത്ര കറണ്ട് വേണമെങ്കിലും അതിന് ബ്രേക്ക് ഡൗണിൽ കൈകാര്യം ചെയ്യാം. ബട്ട് ഡ്യൂ ടു ദി nature of the Zener diode, the voltage across it remains constant. This will be the output voltage VO. അപ്പോൾ കറണ്ട് എങ്ങനെയാണ് കൂടിയാൽ അത് സെനർ ഡയോഡ് കടത്തി വിടും. പക്ഷെ അതിൻ്റെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നിൽക്കും VO. സർക്യൂട്ട് അനാലിസിസ്. ദി ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈസ് VZ IL/R. അത് മനസ്സിലാക്കണമെങ്കിൽ പടം ഒന്നിട്ട് നോക്കണം. നോക്കിക്കേ, ഈ പടത്തിൽ VO ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അത് VZ തുല്യമാണ്. കാരണം രണ്ട് പാരലാണല്ലോ, VOയും VZും രണ്ട് പാരൽ വോൾട്ടേജ് വരുന്നതുകൊണ്ട് VO ഈസ് VZ ഒരു ഇക്വേഷൻ. പിന്നെ VO കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് ഓംസിൽ അപ്ലൈ ചെയ്യാം. IL/R, അതാണ് VO. ഇത് മൊത്തം സർക്യൂട്ട് നമ്മൾ ഇക്വേഷൻ പറയും. മൊത്തം സർക്യൂട്ട് എന്ന് വെച്ചാൽ VI ഈസ് ഈക്വൽ ടു IR പ്ലസ് VO. കൃത്യം സെക്കൻഡിൽ അപ്ലൈ ചെയ്യണം. ആ മൊത്തം ഒരു സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ I/R പ്ലസ് VO ഈസ് ഈക്വൽ ടു VI അങ്ങനെയും വരും. VI ഈക്വൽ ടു I/R മോളിൽ, പിന്നെ റൈറ്റ് സൈഡിൽ VO അങ്ങനെ എഴുതാം നമുക്ക്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈസ് ഈക്വൽ ടു VZ ഈക്വൽ ടു IL/RL. കാരണം VOയും VZ തുല്യമായ കാരണം അവരുടെ പാരലായതുകൊണ്ടാണ്. പിന്നെ VO കാണുന്നത് IL/RL, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ഓംസ് ലോയാണ്. വേർ IL is a load current and RL is a load resistor. By KCL I is equal IZ plus IL. നമ്മൾ നേരത്തെ പറഞ്ഞു, സെനർ കറണ്ട് ലോഡ് കറണ്ട് കൂട്ടിയാൽ സർക്യൂട്ട് കറണ്ട് കിട്ടും. അപ്ലൈ KVL VI is equal IR into VO. അത് മനസ്സിലായല്ലോ. നോക്കിക്കേ, പടം നോക്കുക. VI ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന VI, ഇതാണ് VI. അതാണെങ്കിൽ IR, ഇതാ കാണുന്ന IR. പിന്നെ VO എടുത്താൽ മതി. VOയും IRും കൂട്ടിയാൽ VI കിട്ടും. അതാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് കേട്ടോ. VI ഈസ് IR പ്ലസ് VO, അല്ലെങ്കിൽ VO ഇപ്പുറത്തോട്ട് VI മൈനസ് VO ഈസ് IR. I ഈസ് ഈക്വൽ VI മൈനസ് VO ബൈ R. അതാണ് സർക്യൂട്ട് കറണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ ഇതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ദാറ്റ് എക്സ്പ്ലെയിൻ എ സെനർ ഡയോഡ്, ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ സെനർ ഡയോഡ് പറയണം, അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം, എന്നിട്ട് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ പറയണം. ഇതിൽ പ്രോബ്ലം ഉണ്ട്, നമുക്കൊരു 4-5 പ്രോബ്ലം ഉണ്ട്. ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. കാരണം ചില പാർട്ട് മാത്രം പഠിച്ചാൽ അതിനുള്ള പ്രോബ്ലം എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ സെനർ ഡയോഡിൻ്റെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് എപ്പോഴും കാണാം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇതോടുകൂടി ഈ 30th ലെക്ചർ തീരുകയാണ്. സെനർ ഡയോഡ്, there are some problems on Zener diode that we see in the next class. Thank you.